സ്നേഹത്തോടെ ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. സ്ഥിരമായി കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തു ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടതുകൊണ്ട് നമ്മൾ വന്നതുപോലെ പോകത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ഉറപ്പുണ്ടോ? നമ്മൾ വന്നതുപോലെ പോകത്തില്ല. ഹല്ലേലൂയ. വന്നത് ഇവിടെ കളഞ്ഞിട്ട് പുതിയ ഒരു അഭിഷേകത്തോടെ, പുതിയൊരു ശക്തിയോടെ, ഹല്ലേലൂയ, ഞാൻ മടങ്ങി പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്നുകൂടെ ശബ്ദമൊന്ന് ഉയരട്ടെ. ആത്മാവിലൊന്ന് ഹല്ലേലൂയ പറഞ്ഞ് നിങ്ങളുടെ ശബ്ദം ഒരു പ്രാവശ്യം കൂടെ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ഒരു മടുപ്പില്ലാത്ത കാര്യമാണ്. വളരെ അനുഗ്രഹീതമായ അഭിഷേകത്തിൻ്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മൾക്ക് ദൈവം കൃപ തന്നല്ലോ. വേഗത്തിലൊരു വേദഭാഗം ഒന്ന് വായിച്ച് ഒന്ന് രണ്ട് ചിന്തകൾ പറഞ്ഞ് അതിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് ആരാധിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും. യെശയ്യാ പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചോട്ടെ. യെശയ്യാ പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. ശഖരമനഹദിരിയാദനം. ആമേൻ, ആമേൻ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. നിങ്ങളെല്ലാവരും അതെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെശയ്യാ പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വേദഭാഗമാണ് വായിച്ചത്. ഒന്നുകൂടെ അത് ശക്തമായ നിലയിൽ ഹല്ലേലൂയ ഞാനിവിടെ ഒന്നുകൂടെ ഒന്ന് വായിക്കുകയാണ് മൈക്കിലൂടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കേൾക്കത്തക്ക നിലയിൽ ഒന്നുകൂടെ അത് ഞാൻ വായിക്കുന്നു. അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. ആമേൻ, ഹല്ലേലൂയ. വചനം എഴുതി വെച്ചിരിക്കുന്നു, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ ചുമടുകൾ നിങ്ങളുടെ തോളിൽ നിന്ന് കർത്താവ് നീക്കാൻ ആഗ്രഹിക്കുകയാ. ഹല്ലേലൂയ. നാളുകളായി ചുമന്നുകൊണ്ട് നടക്കുന്ന ചില ഹല്ലേലൂയ ചുമടുകളെ നിങ്ങളുടെ തോളിൽ നിന്ന്, അടുത്തത് അവൻ്റെ നുകം നിന്റെ കഴുത്തിൽ നിന്ന്. ഈ രണ്ട് കാര്യം സംഭവിച്ചാൽ ഹല്ലേലൂയ നിന്റെ ലൈഫിനകത്ത് വിടുതലാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ, ചില ചുമടുകളെ എടുത്ത് നീക്കിക്കളയുവാൻ ദൈവത്തെ ഒന്ന് അനുവദിക്കാമോ? ഹല്ലേലൂയ. ആരൊക്കെയോ ചേർന്ന് നിന്റെ തോളിൽ വെച്ചു തന്ന ചുമടുകളില്ലേ, ആരൊക്കെയോ ചേർന്ന് നിനക്ക് എടുത്ത് വെച്ചു തന്ന വെയിറ്റുകളില്ലേ, അത് ഇന്ന് നിന്റെ പുഷ്ടി നിമിത്തം, അത് അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം. അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം നുകം തകരും. ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്നെങ്കിൽ പുഷ്ടി നിമിത്തം, അഭിഷേകം നിമിത്തം നുകം തകരും, ഇല്ലെങ്കിൽ നുകം കൊണ്ട് നിന്റെ അഭിഷേകം തീരും. ഹല്ലേലൂയ. പിടികിട്ടിയവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് സംഭവിക്കാവുന്ന വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കണം. ഹല്ലേലൂയ. എന്തോ പരിശുദ്ധ ആത്മാവ് ഇന്ന് വളരെ ഗൗരവമായി നിങ്ങളോട് സംസാരിക്കുകയാ. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് സംഭവിക്കുന്ന രണ്ട് കാര്യം, ഒന്നെങ്കിൽ അഭിഷേകം നിമിത്തം നിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്ന നുകം തകരും, അല്ലെങ്കിൽ നുകം നിമിത്തം ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ അഭിഷേകം തകരും. ഇന്ന് വളരെ ഗൗരവമായിട്ട് ഞാൻ പറയാം, അതിനനുവദിക്കരുത്. രണ്ടാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് നീ അനുവദിച്ചു കൊടുക്കരുത്. രണ്ടാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് നീ അനുവദിച്ചു കൊടുക്കരുത്. അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം, അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം എന്റെ തോളിൽ ഇരിക്കുന്ന നുകങ്ങൾ തകരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ചിലരുടെ മേൽ അസാധാരണമായ അഭിഷേകം വീഴുന്ന ഞാൻ കാണുന്നു. ചിലരുടെ മേൽ അഭിഷേകം വീഴുന്ന ഞാൻ കാണുന്നു. ചില നുകങ്ങൾ നിന്റെ അഭിഷേകത്തെ തകർക്കാൻ നോക്കിയത്, ചില നുകങ്ങൾ നിന്റെ അഭിഷേകത്തെ ഇല്ലാതാക്കാൻ നോക്കിയത്, ആത്മാവിൽ അതിനെ ജയിക്കുവാൻ ഇന്ന് പലരുടെ ലൈഫിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീക മേഖലയ്ക്കകത്ത്, ആത്മീക മേഖലയ്ക്കകത്ത് വിശ്വാസികളുടെ ജീവിതത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരാജയമായത്.
പ്രാർത്ഥനാ മുറിക്കകത്തിരുന്ന് ഈ മെസ്സേജിനെ പരിശുദ്ധ ആത്മാവ് എന്നോട് തന്നപ്പോ എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഇതിനകത്ത് ഹല്ലേലൂയ നുകം വന്ന് അഭിഷേകം ക്ഷയിച്ചു പോയ ചിലരെ ഇതിനകത്തായിരിക്കും. എന്തിനാണെന്നറിയാമോ? ഒരു റീഫില്ല് ചെയ്യാൻ. ഇന്ന് എനിക്ക് അതിനെ ഒന്ന് റീഫില്ല് ചെയ്യണോ, എനിക്ക് അവരെ ഒന്ന് റീഫില്ല് ചെയ്യണോ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ അഭിഷേകത്തെ പരിശുദ്ധ ആത്മാവ് ഇന്ന് റീഫില്ല് ചെയ്യുകയാണ്. യെസ്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നുകം നിന്റെ ജീവിതത്തിനകത്ത് അഭിഷേകത്തെ കുറച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ അഭിഷേകത്തെ എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്നതിനെ ജയിക്കാൻ ഒരു കൃപ, ഇന്നതിനെ ജയിക്കാൻ ഒരു കൃപ. ഹല്ലേലൂയ. ഇന്നതിനെ ജയിക്കാൻ ഒരു കൃപ, ഒരു അഭിഷേകത്തെ, അടഞ്ഞുപോയ അഭിഷേകം. ഞാൻ കാണുന്ന ഈ അറ്റം മുതൽ ആ അഭിഷേകത്തിന്റെ പകർച്ച സംഭവിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ഒരു അഭിഷേകത്തിന്റെ പകർച്ച. പലയിടത്തും പലരും പരാജയപ്പെടുന്നതിന്റെ പിന്നില് ഹല്ലേലൂയ ചില നുകങ്ങൾ വന്ന് അഭിഷേകത്തെ ഹല്ലേലൂയ കത്തിക്കൊണ്ടിരുന്നതിനെ എവിടെയോ അണച്ചു കളഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം എഴുതി വെച്ചിരിക്കുന്നു, യാഗപീഠത്തിലെ തീ നിരന്തരം കത്തണം. അടുത്ത പദം, യാഗപീഠത്തിലെ തീ അണയാതെ നിരന്തരം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാ, അണയാത്ത തീയായി അഭിഷേകം നിന്റെ മേൽ. അണഞ്ഞുപോയ യാഗപീഠങ്ങൾ ഇന്നാളി കത്തിക്കാൻ പരിശുദ്ധ ആത്മാവ് നിന്നോട് ബുദ്ധി ഉപദേശിക്കുകയാ. അണഞ്ഞുപോയ യാഗപീഠങ്ങൾ, അണഞ്ഞുപോയ യാഗപീഠങ്ങൾ, അണഞ്ഞുപോയ യാഗപീഠങ്ങളെ ഇന്ന് റീഫില്ല് ചെയ്യാൻ പരിശുദ്ധ ആത്മാവ് ഇതിനകത്ത് കൂട്ടിക്കൊണ്ടുവന്നെന്ന്. പ്രാപിച്ചോ. എനിക്കറിയാൻ പോകുന്നതിന് മുന്നേ ഇന്ന് ഭയങ്കരമായ ഒരു അഭിഷേകത്തിന്റെ ശക്തി ശരീരത്തിനകത്ത് ആത്മനിറവായി വെളിപ്പെടുന്നു. കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ച ആത്മാവിൽ പ്രാർത്ഥിച്ചോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില നുകങ്ങൾ തകരുന്ന ഞാൻ കാണുന്നു. ചില നുകങ്ങൾ തകരുന്ന ഞാൻ കാണുന്നു. ചില നുകങ്ങൾ തകരുന്നത്. ആരൊക്കെയോ ചേർന്ന് നിന്റെ തോളിൽ എടുത്തു വെച്ച നുകം, ആരോ ചേർന്ന് നിന്റെ തോളിൽ കഴുത്തിൽ കെട്ടിയിട്ടത് ചിലത് നിനക്ക് നുവരുവാൻ കഴിയാതെ, നിനക്ക് കലയുയർത്തുവാൻ കഴിയാതെ നിന്റെ തോളിലും നിന്റെ കഴുത്തിലുമായി ഇരിക്കുന്നതിനെ നീ അഭിഷേകത്തിൽ ജയിക്കുമെന്ന്. നീ അഭിഷേകത്തിൽ അതിന് പൗലോസിനോട് പിശാച് പറയും, പൗലോസേ, നീ എത്ര വലിയ ശുശ്രൂഷ ചെയ്താലും ഒരു ശൂലം നിന്റെ ശരീരത്തിനകത്ത് ഇരിക്കുകയല്ലേ, ഒരു ബലഹീനത നിന്റെ ശരീരത്തിനകത്ത് ഇരിക്കുകയല്ലേ, ഇതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. വെളിപ്പാട് പ്രാപിച്ച ദൈവ മനുഷ്യൻ പറയുക, ഹല്ലേലൂയ ഹല്ലേലൂയ, എന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ഒരു ദൈവശക്തി എനിക്കുണ്ട്. ഇതെന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എന്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന ഒരു അഭിഷേകം എന്നിലുണ്ട്, ഒരു ദൈവശക്തി എന്നിലുണ്ട്. ആ അഭിഷേകം ഉള്ളത് കൊണ്ട് ഈ അഭിഷേകം നിന്നിൽ വ്യാപരിച്ചാൽ ഹല്ലേലൂയ നിന്നൊക്കെ ജയിക്കുവാൻ, നിങ്ങളെ ജയിക്കുവാൻ ഒരു പൈശാചിക മേഖലയ്ക്കും കഴിയത്തില്ലെന്ന് പരിശുദ്ധന്മാർ പറയുക. ഇന്ന് ഞാൻ അങ്ങനെ ഒരു അഭിഷേകത്തെ ഇതിനകത്ത് തുറക്കുകയാ. ചില നുകങ്ങൾ വന്ന് ഹല്ലേലൂയ, ചില നുകങ്ങൾ കൊണ്ടുവന്ന് നിന്റെ അഭിഷേകത്തെ മുഴുവനോ എവിടെയോ താഴേക്ക് വലിച്ചിട്ടതിനെ ഇന്ന് പരിശുദ്ധ ആത്മാവ് എന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ, ആരോ പുഷ് ചെയ്ത് നിന്നെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് പോലെ
അന്നാളിൽ ഹല്ലേലൂയ അവന്റെ തോളിൽ നിന്ന് ഹല്ലേലൂയ തോളിൽ എന്തെങ്കിലും എടുത്ത് വെച്ച് കെട്ടി തന്ന പിന്നെ ഹല്ലേലൂയ പിന്നെ പൊങ്ങി നോക്കാൻ പറ്റത്തില്ല. അടുത്തത് കഴുത്തില്. നിങ്ങൾ കാണത്തില്ലേ ഒരു പശുവിനെ കയറിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇത് കെട്ടുന്നവന്റെ ഇഷ്ടത്തിനനുസരിച്ചാ പോകുന്നത്. പശുവിനെയൊക്കെ നമ്മൾ വളർത്തുന്നവരാ. പശുവിനെ കൊണ്ടുപോയ പശുവിന്റെ ഇഷ്ടത്തിനാണോ പോകുന്നേ? അല്ല, നമ്മുടെ ഇഷ്ടത്തിനാ പശു വരുന്നേ. നമ്മളെ എവിടെ വിളിച്ചാലും അത് വരും. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാ. ഹല്ലേലൂയ. ഇന്ന് ആത്മമണ്ഡലത്തിൽ തിരിച്ചറിയണം. ഹല്ലേലൂയ. നിന്റെ അഭിഷേകത്തെ എവിടേക്കോ കയറിട്ട് കെട്ടി പിശാചിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നെ ഹല്ലേലൂയ വലിച്ചു കൊണ്ടുപോകുന്ന ചില ശക്തികളെ ഇന്നൊരു അഭിഷേകം ചലിക്കുകയാ. നിന്നെ തൊടാൻ കഴിയാത്തതുപോലെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ഇന്നൊരു സാധാരണ നിലയിൽ കയറി ഇതിനകത്ത് വന്നെങ്കിൽ ഹല്ലേലൂയ ഞാൻ പറയാ നിന്നെ ഒരു 11 kV പവറാക്കി പുറത്തു കൊണ്ടുവരുവാ. ഹല്ലേലൂയ. ഏതെങ്കിലും വീട്ടിലേക്ക് വലിക്കുന്ന ഒരു ലൈനകത്തല്ല 11 kV ലൈനിന്റെ പവർ. ഇന്ന് ഞാൻ ആത്മാവിൽ പറയാ ഈ കുഞ്ഞുങ്ങളുടെ മേലെ അത് തുറക്കുന്ന ഞാൻ കാണുന്നു. ഒരു ഇരട്ടി അഭിഷേകത്തിന്റെ ശക്തി ഹല്ലേലൂയ. അന്നാളിൽ ഹല്ലേലൂയ അവന്റെ ചുമട് ഞാൻ നീക്കിക്കളയും. ഹല്ലേലൂയ. എങ്ങനെ? അഭിഷേകത്തിന്റെ പുഷ്ടി കൊണ്ട്. നുകം നിന്റെ അഭിഷേകത്തെ തകർക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ഹല്ലേലൂയ. ഒന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ച് എവിടെയെങ്കിലും കയറി വന്ന നുകങ്ങൾ നിന്റെ അഭിഷേകത്തെ തകർക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ആത്മാവിൽ അതിനെ ജയിക്കുവാൻ നിങ്ങളുടെ മേലൊരു ദൈവത്തിന്റെ കൃപയെ പരിശുദ്ധ ആത്മാവ് ഇന്ന് തുറക്കുകയാ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നാവിനകത്ത് ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ഒരു പദം പറയുന്നു. ഹല്ലേലൂയ. ഉറക്കം നഷ്ടപ്പെടുന്നത് പോലെ ഉറക്കമില്ലാത്ത ചില ദൈവജനത്തെ പരിശുദ്ധ ആത്മാവിന് തൊടുകയാണെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു. ചില രോഗത്തിന്റെ നുകങ്ങൾ കാരണം, ചില ഭാവിയുടെ നുകങ്ങൾ കാരണം, ചില പ്രതിസന്ധികൾ കാരണം നിന്റെ അഭിഷേകം, നിന്റെ പ്രാർത്ഥന, നിന്റെ കൃപകൾ എവിടെയെങ്കിലും ചോർന്നിട്ടുണ്ടെങ്കിൽ ഇന്നതിനെ റീഫില്ല് ചെയ്യുവാൻ ഒരവസരം പരിശുദ്ധയാത്മാവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശകലമനഹദരിയാദന ലാബ്രകസതേരിയാദന. ഹല്ലേലൂയ. അച്ഛനതാ ഇങ്ങോട്ടിരുന്നോ. ഹല്ലേലൂയ. ഞാൻ രണ്ടാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. എന്നിട്ട് കർത്താവിനോട് ചോദിക്കും, കർത്താവേ ഈ നുകം കാരണം എൻ്റെ അഭിഷേകം എവിടെങ്കിലും കുറഞ്ഞോ? നുകം കാരണം എൻ്റെ അഭിഷേകത്തിന് എവിടെയെങ്കിലും ഹല്ലേലൂയ ഒരു ചെറിയ കുറവ് സംഭവിച്ചോ? അതുകൊണ്ട് ലേവ്യ പുസ്തകത്തിൽ എഴുതിയത് യാഗപീഠത്തിലെ തീയ് നിരന്തരം കത്തണം, അണയാതെ കത്തണം. ഹല്ലേലൂയ. അവിടെ പുരോഹിതന്മാര് ഹല്ലേലൂയ ഇതിനെ ആളി കത്തിക്കുവാൻ ഹല്ലേലൂയ ഓരോ വിറകുകൾ അടുക്കി വെച്ച് കൊടുക്കുകയാ. എന്തിനാ? യാഗപീഠത്തിൽ എപ്പോഴും തീ ഉണ്ടായിരിക്കണം. തീ അഭിഷേകത്തെ കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ അകത്ത് ഹല്ലേലൂയ ഈ തീ നിരന്തരം കത്തണം. ഹല്ലേലൂയ അഭിഷേകം നിരന്തരം കത്തണം. അണഞ്ഞു കിടക്കുന്ന ചില യാഗപീഠങ്ങളെ ഇന്ന് പരിശുദ്ധ ആത്മാവ് ഹല്ലേലൂയ കത്തിക്കുവാൻ ഒരു കൃപ നിങ്ങളുടെ നാവിനകത്ത്
അകത്ത് അത് ഏതുമാകട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനയാകട്ടെ, നിന്റെ ആരാധനയാകട്ടെ, നിന്റെ ദൈവത്തോടുള്ള ബന്ധമാകട്ടെ, നിന്റെ വചന വായനയാകട്ടെ, അത് അണഞ്ഞു പോയത് ഈ ആത്മാവിൽ അത് കത്തിക്കുവാൻ. പിശാചിനോട് പറയണം, പിശാചെ ഒരു നുകവും എന്നെ ജയിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഒരു നുകവും എന്നെ ജയിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഈ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഒരു നുകവും നമ്മളെ ജയിക്കത്തില്ല. അതുകൊണ്ട് അന്നാളിൽ ഞാനത് നീക്കിക്കളയും. എങ്ങനെയാ നീക്കുന്നത്? പുഷ്ടി നിമിത്തം, അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം ഈ നുകം തകരും. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം ഈ നുകം തകരും. അപ്പൊ എന്നും പുഷ്ടി ഉണ്ടാകണം. ആരോഗ്യമില്ലാതെ ചിലപ്പോൾ നമ്മൾ നോർമലായിട്ട് ചോദിക്കാൻ, അയ്യോ എന്താ പറ്റി? ഹല്ലേലൂയ. ഒരു പുഷ്ടി, ഒരു ബലം ഒന്നും കാണുന്നില്ലല്ലോ. ഹല്ലേലൂയ. അത് മാനുഷികമായ അല്ലാതെ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മളൊന്ന് വണ്ണം വെച്ചാൽ പറയും, ആഹാ നല്ല പുഷ്ടിയായല്ലോ. ക്ഷീണിച്ചു കഴിഞ്ഞാൽ പറയും, എന്തൊക്കെയോ ഹല്ലേലൂയ ക്ഷീണമായി, പുഷ്ടിയില്ല. ഇത് ആത്മമണ്ഡലത്തിലൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആത്മമേഖലയിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇരിക്കുന്ന അളവിൽ നിന്ന് ഒരു പടി കൂടെ ഒന്ന് ഉയരാൻ എത്ര പേർ ആഗ്രഹിച്ചിട്ടുണ്ട്? ഇരിക്കുന്ന ആത്മീക നമ്മൾ ആ ഇറങ്ങി തിരിച്ച സമയത്തുണ്ടായിരുന്ന അഭിഷേകത്തിൽ നിന്ന് ഒരു സ്റ്റെപ്പെങ്കിലും ഉയരാൻ പറ്റിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ദയവായി ആരും എന്നോട് പിണങ്ങരുതേ. ഹല്ലേലൂയ. ഒരു സ്റ്റെപ്പെങ്കിലും ഉയരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് പറയണ, കർത്താവേ എനിക്ക് ഒന്നുകൂടെ ഒന്ന് ചാർജ് ആകണം, എനിക്ക് ഒന്നുകൂടെ ഒന്ന് ഉയരണം. ഹല്ലേലൂയ. ഒരു പക്ഷെ 1 മണിക്കൂർ ഞാൻ ഇരിക്കുന്നുണ്ട്, ഇത് ഒന്നുകൂടെ ഒന്ന് എന്നെ പുഷ്ടിപ്പെടുത്തിയ ഒരു 2 മണിക്കൂർ എനിക്ക് ദൈവവുമായി അടുത്തിരിക്കാൻ. ഹല്ലേലൂയ. 1 മണിക്കൂർ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്, ഒരു 2 മണിക്കൂർ എനിക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. പിശാച് അനുവദിക്കാത്തതില്ല. ഇത് പിശാച് അനുവദിക്കത്തില്ല. കാരണം പിശാച് നിന്റെ പ്രാർത്ഥനയെ ഭയപ്പെടുന്നു. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന എവിടെയെങ്കിലും, പ്രാർത്ഥനയുടെ പുഷ്ടി എവിടെയെങ്കിലും കുറയുന്നുണ്ടെങ്കിൽ ആത്മമണ്ഡലത്തിൽ മനസ്സിലാക്കുക, അവൻ നിന്റെ പ്രാർത്ഥനയെ ഭയപ്പെടുന്നു. നിന്റെ ആരാധനയ്ക്കകത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ പിശാച് നിന്റെ ആരാധനയെ ഭയപ്പെടുന്നു. ഹല്ലേലൂയ. നിന്റെ പ്രവചനത്തിനകത്ത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, പിശാച് നിന്റെ പ്രവചനത്തെ ഭയപ്പെടുകയാണ്. ഇന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ, അതിനെ ഒന്ന് ജയിക്കുവാൻ എനിക്കൊരു അഭിഷേകം വേണമെന്ന്, അതിനെ ഒന്ന് ജയിക്കുവാൻ എൻ്റെ മേലൊരു അഭിഷേകം പകരണമെന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാമെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളുടെ മേലത് തുറക്കുന്ന പരിശുദ്ധയാത്മാവനോട് ഭയങ്കരമായി നിർബന്ധിക്കുകയാ. നുകം ഇരുന്ന് അഭിഷേകത്തിൽ ക്ഷീണിച്ചു പോയ ചിലതിന് ഞാൻ ഇന്ന് പൊക്കി എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന്. ഞാനിന്ന് പൊക്കി എടുക്കാൻ ആഗ്രഹിക്കുക. ചില നുകങ്ങൾ വന്നപ്പോൾ ഹല്ലേലൂയ ജയിക്കാൻ കഴിയാത്തതുപോലെ എവിടൊക്കെയോ ഹല്ലേലൂയ ക്ഷീണിച്ചു പോയി. ഇന്നലെ രാത്രി പരിശുദ്ധയാത്മാവ് എൻ്റെ അകത്ത് തന്നൊരു ചിന്തയാണ്. ഈ ഏലിയാവിൻ്റെ ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നതിൻ്റെ പിന്നില് ഈ ഇസബേലിൻ്റെ വാക്ക. പക്ഷേ ഈ ഇസബേലിന്റെ വാക്ക് കേട്ട് ചൂരച്ചെടിയുടെ തണലിലിരുന്ന അഭിഷേകമുള്ള ദൈവമനുഷ്യനെ സാരാഫാത്തിനകത്ത് കൊണ്ടുവന്ന് അവിടെ വർഷങ്ങളോളം താമസിപ്പിക്കുക. എന്താണെന്നറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ വചനം എനിക്ക് പഠിച്ചു വന്നപ്പോൾ മനസ്സിലായത്, സാരാഫാത്ത് ഇസബേലിന്റെ രാജ്യമാ. അവളുമായി കണക്റ്റായി കിടക്കുന്ന സംഭവമാ. അഭിഷേകമുള്ളവൻ നുകം വെച്ച് തകർക്കാൻ ശ്രമിച്ചവൻ
നിൽക്കുന്നവന്റെ പട്ടണത്തിനകത്ത് അഭിഷേകമുള്ളവൻ മുഖം കൊണ്ട് തകർക്കാൻ നിൽക്കിയവന്റെ രാജ്യത്തിനകത്ത്, ആ ദേശത്തിനകത്ത് വർഷങ്ങളോളം നിന്നെ നിർത്തുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഭിഷേകമുള്ളവൻ പിശാചിന്റെ കൂടാരത്തിനകത്ത്. നീ പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. അഭിഷേകമുള്ള നീ പിശാചിന്റെ കൂടാരത്തിനകത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശതലബബബബ കത്തട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, അഭിഷേകമുള്ളവൻ ഹല്ലേലൂയ പിശാചിന്റെ കൂടാരത്തിനകത്ത് കൊണ്ടിട്ടാലോ അവിടെ നീ ജീവിക്കുമെന്ന്, അവിടുത്തെ സാഹചര്യത്തെ നീ പൊട്ടിക്കുമെന്ന്. ഹല്ലേലൂയ. അവിടുത്തെ മരണത്തിന്റെ കെട്ടിനെ, ഓ ഹല്ലേലൂയ, അഭിഷേകമുള്ള ഏലിയാവ് ചെന്നപ്പോ അവിടുത്തെ ആത്മഹത്യയുടെ സ്പിരിറ്റിനെ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ മേലൊരു അഭിഷേകം ദൈവം തുറന്നിടുന്നു, നിന്റെ മേലൊരു അഭിഷേകം ദൈവം തുറന്നിടുന്നു. ദേശത്തിന്റെ സ്പിരിറ്റിനെ അവകാശമാക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചൂരച്ചെടിയുടെ കണലിൽ ചില നുകം വെച്ച് ഒതുക്കാൻ നോക്കിയിടത്ത് നിന്ന് ദൈവം അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കുകയാ. ഇന്നെന്തോ ആത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു, നിന്നെ ഒതുക്കിയിടത്തു നിന്ന്, ചില നുകങ്ങൾ കൊണ്ട് നിന്നെ ഒതുക്കിയിടത്തു നിന്ന് ഇന്ന് ദൈവം നിന്നെ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കുകയാ. ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കുക, ദൈവത്തിന് നിന്നെ കൊണ്ട് ചിലത് ചെയ്യിപ്പിക്കുക. എനിക്കറിയത്തില്ല, പരിശുദ്ധനാ പറയുന്നു, അബ്രഹാമിന്റെ മേൽ വീണതുപോലെ നിന്റെ മേൽ ഒരു ഭയങ്കര ദൈവിക നിയോഗം കിടക്കുന്ന ഞാൻ കാണുന്നു. വിഗ്രഹങ്ങൾക്കിടയിൽ നിന്ന് ഞാൻ നിന്നെ ഇറക്കി തിരിച്ചതിന്റെ പിന്നില് ദൈവത്തിന്റെ പദ്ധതിയുണ്ടെന്ന്. നിന്നിൽ കൂടെ ഞാൻ ചിലതിനെ പുറത്തു കൊണ്ടുവരുമെന്ന് ആത്മാവ് ആലോചന കൈമാറുകയാ. ഒരു അഭിഷേകം വീഴുന്ന ഞാൻ കാണുന്നു, ഒരു അഭിഷേകം വീഴുന്ന ഞാൻ കാണുന്നു, ഒരു അഭിഷേകം വീഴുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ തോളിലിരിക്കുന്ന നുകങ്ങൾ, ഹല്ലേലൂയ, നീ ഉപയോഗിക്കപ്പെടേണ്ട നിന്നെ, ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ട നിന്നെ, വാക്കുകൾ കൊണ്ട് ദൈവത്താൽ ഉപയോഗിക്കപ്പെടേണ്ട ഏലിയാവിനെ ഒരു വാക്കിന്റെ ബലത്തിൽ ഒതുക്കാമെന്നൊരു സ്ത്രീ നോക്കിയപ്പോ, ഒതുക്കാമെന്നൊരു ദേശത്തിന്റെ ശക്തി നോക്കിയപ്പോ അഭിഷേകമുള്ളവൻ എഴുന്നേൽക്കുകയാണ്. ഇന്ന് ഞാൻ ആത്മാവിൽ പറയാ, അഭിഷേകമുള്ള നിന്നെ ഒരു വാക്കിനും ഒതുക്കാൻ കഴിയത്തില്ലെന്ന്. ഇത് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പറയണം, പുഷ്ടി നിമിത്തമാണ് ഞാൻ വന്നത്. ഇനി എന്റെ വീടിനകത്ത് ഒരു നുകവും ഇരിക്കത്തില്ല. ഇനി എന്റെ തലമുറയുടെ മേൽ ഒരു നുകവും ഇരിക്കത്തില്ല. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ തലമുറകളുടെ മേൽ കിടക്കുന്ന അനാവശ്യ ബന്ധങ്ങളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങളുടെ തലമുറകളുടെ മേൽ വാഴുന്ന ദൈവഹിതമില്ലാത്ത ബന്ധങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കരമടിച്ച് നന്നായി ദൈവത്തെ സ്തുതിച്ച് അവന്റെ ഭാവിക്ക് ചില തലമുറകളുടെ മേൽ നുകമിട്ട് പിടിക്കുന്ന ദൈവഹിതമില്ലാത്ത സകല ബന്ധങ്ങളും കരമടിക്കാമെങ്കിൽ നന്നായി കരമടിച്ച യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അഭിഷേകം വീഴുന്നു, ഒരു വലിയ അഭിഷേകം വീഴുന്നു. പ്രാപിച്ചോ. ചില മുഖങ്ങളിൽ തോളിൽ നിന്ന് വീണ് പോകുന്നത് കാണുന്നു. ചില മുഖങ്ങളിൽ തോളിൽ നിന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ചില മുഖങ്ങളിൽ തോളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ വീഴുന്നുണ്ട്. ചില മുഖങ്ങളിൽ തോളിൽ നിന്ന്, ചില മുഖങ്ങളിൽ തോളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ചാരമാകട്ടെ ഞാൻ നുകം
അഭിഷേകത്തെ തകർക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. അടുത്തിരിക്കുന്ന ഒരു കരം കൊടുത്തിട്ട് പറ, ഒരു നുകവും എൻ്റെ അഭിഷേകത്തെ തകർക്കാൻ, എൻ്റെ അഭിഷേകത്തെ തകർക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ആത്മാവിലെ ധൈര്യത്തോടെ പറ, ഒരു നുകവും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചില നുകങ്ങൾ പൊട്ടുകയാ. എനിക്കറിയാം, ഒരു കയ്യിൽ നിന്ന് മറ്റേ കരത്തിലേക്ക് ദൈവശക്തി വീഴുന്ന ഞാൻ കാണുന്നു. ഒരു നുകവും എനിക്കറിയത്തില്ല. ഇന്ന് വീടിനകത്ത് ചെല്ലുമ്പോ പറയണോ, പിശാചേ നീ വരുന്ന നുകങ്ങൾ ചിലരുടെ നാവിനകത്ത് ഭയങ്കരമായ അഭിഷേകം. അഭിഷേകത്തിന്റെ പുഷ്ടി വീഴുന്ന ഞാൻ കാണുകയാ. ഈ മിനിറ്റുകൾ നിങ്ങൾ ദയവായി മിസ് ചെയ്യരുത്. ഈ മിനിറ്റുകൾ നിങ്ങൾ മിസ് ചെയ്യരുത്. എനിക്കറിയാം, ചിലരുടെ നാവിനകത്ത് പുതിയൊരു അധികാരത്തെ ദൈവം തരികയാണ്. പുതിയൊരു അധികാരത്തെ ദൈവം തരികയാ. എന്തിനാണെന്ന് അറിയാമോ? നിന്നെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യുവാൻ, നിന്നെ കൊണ്ട് ദൈവത്തിന് ചിലത് ചെയ്യുവാൻ. പ്രിൻസിനെ നീ ശക്തമായി പ്രാർത്ഥിക്കുക. നിന്റെ മേലൊരു വലിയ അഭിഷേകത്തെ പരിശുദ്ധന്മാർ തുറക്കുന്നല്ലോ. നിന്നെ മുന്നോട്ട് വിടാതെ ഏത് വഴി ഓപ്പൺ ആയാലും അതിന്റെ വാതിലിൽ ചെന്ന് നിന്ന് കഴിയുമ്പോ അതിനെ അടയ്ക്കുന്ന ഒരു നുകം, എന്തോ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, അതിനെ അടയ്ക്കുന്ന ഒരു നുകം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ബ്രേക്ക് ആവുന്നു. യേശുവിന്റെ നാമത്തിൽ സഭ പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ ഈ തലമുറയുടെ മേൽ ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഇപ്പോൾ വീഴുകയാ. ചില നുകങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അതിനെ ജയിക്കുവാൻ നിന്റെ മേലൊരു അഭിഷേകം, അതിനെ ജയിക്കുവാൻ നിന്റെ മേലൊരു അഭിഷേകം. ഞാൻ നിന്നെ ഈ ക്രൂശിൻ സ്നേഹം തേടി ഈ പാവിയാമെന്നേ പാടുകൾ ഏറ്റുതാൻ പാടുകൾ ഏറ്റു ഞാൻ കരമെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി, എല്ലാ കരവും സ്വർഗത്തിലേക്ക് ഉയർത്തി. ഒരു അഭിഷേകത്തെ കൊതിക്കുന്ന നിങ്ങളുടെ കരങ്ങളുടെ ആ കരമെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. ഒരു അഭിഷേകം നിങ്ങളുടെ കരത്തിനകത്ത് ടച്ച് ചെയ്യുന്നതിനെ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കരങ്ങളിൽ ഒരു അഭിഷേകം ടച്ച് ചെയ്യുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു അഭിഷേകം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു അഭിഷേകം വീഴുന്നു. പ്രാർത്ഥിച്ചോ. ഈ തലമുറകളുടെ കരങ്ങളിലല്ല ഒരു അഭിഷേകം വീഴുന്നു. യേശുവിന്റെ നാമത്തിൽ എന്റെ കണ്ണീർ തുടച്ചിടും പരമേശ പരമരുണീശ രക്ഷാസ്ഥാനം. കുഞ്ഞിന്റെ മേലൊരു വലിയ അഭിഷേകത്തിന്റെ നിറവ് എന്നോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു. യോഹന്നാന്റെ മേൽ സെഖറിയാവിനകത്ത് കൊടുത്ത ദൈവശബ്ദം പോലെ പരിശുദ്ധാത്മാവ് ഇവനെ നോക്കി പ്രവചിക്കുകയാണ്. ഏലിയാവിന്റെ നിങ്ങളുടെ വീടുകൾക്കകത്ത്, പ്രത്യേകിച്ച് നിങ്ങളുടെ തലമുറകളുടെ മേൽ കിടക്കുന്ന ചില നുകങ്ങളെ തകർത്ത് കളയുവാൻ നിങ്ങളുടെ മേൽ ദൈവം ഒരു അഭിഷേകത്തെ ഇന്ന് തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ പുഷ്ടി കൊണ്ട്, ഈ അഭിഷേകം കൊണ്ട് നിങ്ങൾ അതിനെ ജയിക്കാൻ തുടങ്ങുകയാ.
നിങ്ങൾ അതിനെ ജയിക്കാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. നിന്റെ തലമുറയുടെ ഭാവിയെ ഹല്ലേലൂയ കയ്യിലിട്ട് അമ്മാനമാടുന്ന നിന്റെ ഭാവിയെ ഹല്ലേലൂയ വട്ടം കറക്കുന്ന, ഒരിടത്തേക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഹല്ലേലൂയ മുന്നോട്ട് സ്റ്റെപ്പുകൾ എടുത്ത് വെക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ വഴികളെ മുഴുവൻ അടച്ചു വെച്ചിരിക്കുന്ന ചില നൂകങ്ങൾ ഇന്ന് പകൽ, ചില നൂകങ്ങൾ ഇന്ന് പകൽ, ചില നൂകങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ പൊട്ടുന്നു. കരവടിച്ചു കരവടിച്ചു കരവടിച്ചു. ഓ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചില നൂകങ്ങൾ താഴെ വീഴുന്നു, ചില നൂകങ്ങൾ താഴെ വീഴുന്നു. ആരാധിക്കുന്നവന്റെ മുന്നിൽ ഒരു നൂകത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ലെന്ന് ഉണർവിലും പകലിലും അങ്ങ് മാത്രമേ, ഉണർവിലും ഉയിരിലും അങ്ങ് മാത്രമേ എന്റെ ചങ്കാണേ. എന്റെ ആരാധിക്കുന്ന നിന്റെ മുന്നിൽ ഒരു ദുഃഖത്തിനും നമ്മൾ പാടി ആരാധിച്ചു. അഭിഷേകത്തിന്റെ ശക്തിയാൽ സകല നൂകവും ഇന്ന് എനിക്ക് നിങ്ങളോട് ഒരു പ്രവചനത്തെക്കാട്ടിൽ അപ്പുറമായി ഇന്ന് ഡിഫറന്റായി പരിശുദ്ധന്മാർ കൊണ്ടുപോകുകയാ. എന്തോ കർത്താവിന് ഇതിനകത്ത് അഭിഷേകത്തോടെ ചിലതിനെ നിറയ്ക്കാനുണ്ട്. എന്തിനാന്നറിയാമോ? നാളുകളായി നിന്റെ കുടുംബത്തിനകത്ത് ചില നൂകം ഇങ്ങനെ ഇരിക്കുകയാ. നിന്റെ കഴുത്തിൽ ചില നൂകം ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാ. തോളിലൊരു വെയിറ്റ് ഉണ്ടെങ്കിൽ തല പൊക്കി നടക്കാൻ പറ്റത്തില്ല. കഴുത്തിലൊരു കയറുണ്ടെങ്കിൽ പിശാചിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകേണ്ടി വരും. പിശാച് എവിടെല്ലാം നമ്മളെ കൊണ്ടുപോകുമോ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. ഞാൻ ആത്മാവിൽ പറയാം, ഈ രണ്ട് കാര്യത്തെ ജയിക്കുവാൻ ഒരു വലിയ അഭിഷേകം. ഹല്ലേലൂയ. എലിയാനോട് നിനക്കിവിടെ എന്താ കാര്യം? ഹല്ലേലൂയ. അഭിഷേകത്തിൽ നിൽക്കണ്ട, ദൈവകൃപയിൽ നിൽക്കണ്ട നീ. ഹല്ലേലൂയ. ഇതിനകത്ത് ഇവിടെ എന്താ നിനക്ക് കാര്യം? ചിലരോട് പരിശുദ്ധന്മാർ ചോദിക്കുന്നു, ഈ നുകത്തിനകത്ത്, ഈ വെയിറ്റിനകത്ത് എത്രയോ വർഷങ്ങളായി കുടുങ്ങിക്കിടക്കുകയാ. തല പൊക്കുവാൻ കഴിയാതെ, തല ഉയരുവാൻ കഴിയാതെ, തുറന്നു വെച്ച വാക്തത്വം പോലും കാണുവാൻ കഴിയാതെ നിന്റെ തോളിലിരിക്കുന്ന നുകമില്ലേ, ഇന്ന് പരിശുദ്ധ ആത്മാവ് അതിനെ ജയിക്കുവാൻ, ഹല്ലേലൂയ, അതിനെ ജയിക്കുവാൻ ഞാനിവിടെ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോഴല്ല ജയിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ആരാധിക്കുമ്പോൾ അല്ല ജയിക്കുന്നത്. അഭിഷേകന്മാർ പാട്ടുപാടുമ്പോൾ അല്ല ജയിക്കുന്നത്. നിന്റെ അകത്ത് അഭിഷേകം വ്യാപരിച്ച, നിന്റെ അകത്ത് അഭിഷേകം വ്യാപരിച്ച നിന്റെ വീടിനകത്ത് നുകം പോകണമെങ്കിൽ, നിന്റെ വീടിനകത്ത് നുകത്തെ ജയിക്കണമെങ്കിൽ ആരുടെയും ഹെൽപ്പ് കൊണ്ട് പറ്റത്തില്ല. ദൈവിക അഭിഷേകം ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ അഭിഷേകം വ്യാപരിച്ച, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്, കർത്താവ് ഇന്ന് ഒന്നുകൂടെ നിങ്ങളെ റീഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാ. കർത്താവ് ഒന്നുകൂടെ നിങ്ങളെ റീഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയാ. എനിക്ക് ഉറപ്പുണ്ട്, ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യുന്നത് മുന്നേ ഒരഭിഷേകത്തിന്റെ ചലനം ഇതിനകത്ത് സംഭവിക്കൂ. ഒരഭിഷേകത്തിന്റെ ചലനം ഇതിനകത്ത് സംഭവിക്കൂ. ചിലരെ പരിശുദ്ധ ആത്മാവ് ശക്തമായി തൊടുന്ന ഞാൻ കാണുകയാ. ഹല്ലേലൂയ. ചിലരെ പരിശുദ്ധാത്മാവ് ശക്തമായി തൊടുന്ന ഞാൻ കാണുന്നു. ആത്മാവിന്റെ ഒരു കാറ്റ് ഇതിനകത്ത്, ആത്മാവിന്റെ ഒരു കാറ്റ് ഇതിനകത്ത്, ആത്മാവിന്റെ ഒരു കാറ്റ് ഇതിനകത്ത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരഭിഷേകം വീഴുന്നല്ലോ, ഒരഭിഷേകം വീഴുന്നു. ചില രോഗത്തിന്റെ നുകങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ചില രോഗത്തിന്റെ നുകങ്ങൾ ഇപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം ഈ ശരീരത്തിനകത്തു നിന്ന്, ഈ ശരീരത്തിനകത്തു നിന്ന് നീക്കി കളയുന്നെന്ന്
ഇരിക്കുന്നു. അമ്മച്ചി പ്രാർത്ഥിച്ചോ. കരത്തിലൊരു അഭിഷേകം വീഴുന്ന ഞാൻ കാണുന്നു. ഈ കരത്തിലൊരു ഭയങ്കര ദൈവശക്തി. കരവടിച്ച് 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 ആത്മാവിൽ പ്രാർത്ഥിച്ചേ. കരവടിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു വലിയ അഭിഷേകം. ചില ദൂതങ്ങൾ പകരുകയാണ്. നിന്റെ ഭാവിക്ക് മീതെ ഇരിക്കുന്ന ചില ദൂതങ്ങൾ ഇപ്പോൾ തകർന്നു വീഴുന്ന ഞാൻ കാണുന്നു. നിന്റെ ഭാവിക്ക് മീതെ ഇരിക്കുന്ന ആ ഒരു ദൂതം ഇപ്പോൾ നിന്റെ അഭിഷേകത്തിനകത്ത് നിന്റെ കരത്തിൽ ഭയങ്കര ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ നാവിനകത്ത് പുതിയ ഭാഷകൾ ദൈവം തുറക്കുന്നു. कहते तुझे बस शुक्रिया, ओ क्या दे सकता हूँ, ओ क्या ला सकता हूँ, कहता तुझे बस शुक्रिया. हम गाए हो കുഞ്ഞുങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ മേൽ പട്ടണങ്ങളെ പിടിക്കാനുള്ള അഭിഷേകം, രാജ്യങ്ങളെ കീഴടക്കാനുള്ള അഭിഷേകം എല്ലാ കുഞ്ഞുങ്ങളും പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ മേൽ പട്ടണങ്ങളെ പിടിക്കുവാനൊരു അഭിഷേകം. ഇതിനകത്തിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും പ്രാർത്ഥിച്ചേ. നിയോഗമുള്ള ദൈവദാസിമാർ പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ മേൽ ദൈവിക അഭിഷേകം വീഴുന്നു. യേശുവിന്റെ അധികാരമുള്ള प्रभु हमारा खुदा. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മുകളിൽ ഇരിക്കുന്ന മുഖം ഒന്ന് തകരണമെന്ന്? അതേതു മേഖലയിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിലോ, നിങ്ങളുടെ ശാരീരിക മേഖലകളിലോ, നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്തോ, നിങ്ങളുടെ ആത്മീക മേഖലകളിലോ, ഹല്ലേലൂയ ഹല്ലേലൂയ, നിങ്ങളുടെ ആത്മീക മേഖലകളിൽ ഇരിക്കുന്ന ചില നുഖങ്ങൾ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു. ആത്മീക മേഖലകളിൽ ഒത്തിരി നുഖം വെച്ചൊതുക്കിയ ചിലതിനെ പരിശുദ്ധയാത്മാവ് ശക്തിയോടെ എഴുന്നേൽപ്പിക്കുക. സിനിയാന്റി പരിശുദ്ധാത്മാവ് പറയുന്നു, കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുവാനുണ്ടെന്ന്. പക്ഷെ ചില മാനുഷികമായ നുഖങ്ങൾ, ചില വാക്കുകൾ നിങ്ങളുടെ ശുശ്രൂഷയെ എവിടൊക്കെയോ ഒതുക്കി വെച്ചത് ഇന്ന് ആത്മാവിൽ തുറക്കുകയാണെന്ന് ആത്മാവ് ആലോചന കൈമാറുന്നു. പ്രാർത്ഥിച്ചോ. ഈ മീറ്റിംഗ് പൂർത്തീകരിക്കുന്നതിന് മുന്നേ ഞാനത് തുറന്നിടുമെന്ന് എനിക്കറിയാം. ആ കാലുകളിലേക്ക് ഒരു ദൈവശക്തി വീഴുന്ന ഞാൻ കാണുന്നു. ആ ശരീരത്തിനകത്ത്, ആ നാവുകൾക്കകത്ത് ഒരു അസാധാരണമായ ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ റിലീസ്. നാവിന്റെ കെട്ടുകളെ ദൈവം അഴിക്കുകയാണ്. നിന്റെ അഭിഷേകത്തെ ചിലർ കെട്ടിവെച്ചത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സ്വർഗത്തിന് ദൈവം അഴിക്കുന്നു. तूने हमसे इतना प्यार किया. ഒത്തിരി കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. പരിശുദ്ധയാത്മാവ് നിങ്ങളുടെ മേലൊരു അസാധാരണമായ അഭിഷേകം തുറക്കുന്നല്ലോ. ഒരഭിഷേകം തുറക്കുന്നല്ലോ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നോണം. ഹല്ലേലൂയ. പുഷ്ടി നിമിത്തം നിങ്ങളുടെ വായ കൊണ്ട് പറഞ്ഞ പുഷ്ടി നിമിത്തം നുഖങ്ങൾ തകരും. പുഷ്ടി നിമിത്തം നുഖങ്ങൾ തകരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ പുഷ്ടി വേണം കർത്താവേ. ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ആ പുഷ്ടി വേണം.
എൻ്റെ മേലെ ആത്മാവിനെ ഒന്ന് പകരണം, എൻ്റെ മേലെ ആത്മാവിനെ ഒന്ന് പകരണം. ഹല്ലേലൂയ. ഞാൻ കാണുന്നു, ഞാനല്ല കരം വെക്കുന്നത്, സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മേ. ഹല്ലേലൂയ. ഞാനല്ല കരം വെക്കുന്നത്, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മേ ആ കരം ഇപ്പോൾ വെക്കാൻ തുടങ്ങുകയാ. എനിക്ക് ഉറപ്പുണ്ട് ചില രോഗത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം വീഴുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ മാതാവിന്റെ മേലെ ഒരു അസാധാരണമായ അഭിഷേകം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ. ഒരു അധികാരത്തെ ദൈവം തുറക്കുന്നല്ലോ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണ പ്രിയരേ, ആത്മചൈതന്യം ജീവിതം കരയില്ല ചെയ്യുക, ജയത്തോടെ ജീവിതം കരയില്ല ചെയ്യുക, ശക്തിയാരെ ശക്തരായി ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണ പ്രിയരേ, ആത്മചൈതന്യം എന്നി പകരുക പരരെ, ജയത്തോടെ ജീവിതം കരയില്ല ചെയ്യുക, ജയത്തോടെ ജീവിതം കരയില്ല ചെയ്യുക, ഇരുകുകയുള്ളൂ ശരണമലരുടെ കടങ്ങളകറ്റാൻ കഴിവുള്ള പരരെ, ഇരുകുകയുള്ളൂ ശരണമലരുടെ കടങ്ങളകറ്റാൻ കഴിവുള്ള പരരെ, ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണ പ്രിയരേ, ആത്മചൈതന്യം എന്നി പകരുക പരരെ, ജയത്തോടെ ജീവിതം കരയില്ല ചെയ്യുക, ജയത്തോടെ ജീവിതം കരയില്ല ചെയ്യുക, മായയാവി ലോകം പരിശുദ്ധമില്ല പറത്തുന്നോടുക തിരുരാജേല, മായയാവി ലോകം പരിശുദ്ധമില്ല പറത്തുന്നോടുക തിരുരാജ. ആത്മസന്തോഷം ആത്മസന്തോഷം കൊണ്ടു ആത്മചൈതന്യം എന്നി പകരുക പരരെ, ജയത്തോടെ ജീവിതം ജയത്തോടെ ജീവിതം കരയില്ല ചെയ്യുക, ഉത്സവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ പണിയുള്ള പരരെ, ഉത്സവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ പണിയുള്ള പരരെ, തിരുവിധം പോലെ ആത്മസന്തോഷം കൊണ്ട് നിറയ്ക്കണേ, ആത്മചൈതന്യം എന്ന് പകരുക പരരെ, ജയത്തോടെ ജീവിതം കരയില്ല ചെയ്യുക, ജയത്തോടെ ജീവിതം കരയില്ല ചെയ്യുക, തിരുകൃപയല്ലോ ശരണമതല്ലേ വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരരെ, തിരുകൃപയല്ലോ ശരണമതല്ലേ വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരരെ, ആത്മസന്തോഷം കൊണ്ട്